എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSLC 10ാം ക്ലാസ്സുകാരുടെ കെമിസ്ട്രിയുടെ ടെക്സ്റ്റിലെ ഒന്നാമത്തെ ചാപ്റ്ററിലെ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പീരിയോഡിക് ടേബിൾ എന്നാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എലമെൻസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടേബിളാണ് പീരിയോഡിക് ടേബിൾ. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണെന്ന് അറിയാമല്ലോ. നമുക്കറിയാം, ആറ്റത്തിൻ്റെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എടുത്ത് നോക്കുമ്പം അവിടെ ഒരാളാണ് ഇലക്ട്രോൺസ്. ആ ഇലക്ട്രോൺസ് എങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ പോലെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിക്കണം. അതാണ് നമുക്ക് ഓൾറെഡി പഴയ പല സയൻറ്റിസ്റ്റുമാരുടെയൊക്കെ ഐഡിയ ഉണ്ടായിരിക്കും. ബോർസ് മോഡൽ ഓഫ് ആറ്റം മോഡൽ, റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം മോഡൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലൂടെ നമ്മൾ ഒരു ആറ്റം ന്യൂക്ലിയസ് വരച്ചിട്ട് നമ്മൾ റൗണ്ടൊക്കെ വരച്ചിട്ട് അതിൻ്റെ ഇലക്ട്രോൺസൊക്കെ കൗണ്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ കുറച്ചുകൂടെ ഡീപ്പായിട്ടാണ് പഠിക്കുന്നത്. അതായത് നമ്മൾ ഷെല്ല് എന്നൊരു കൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് സബ് ഷെല്ലുകൾ എന്നാൽ എന്താണ്, ആ സബ് ഷെല്ലിൽ ഇലക്ട്രോൺസിൻ്റെ ഷേപ്പിനെയൊക്കെ സ്വാധീനിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അങ്ങനെയുള്ളതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ കൂടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനു മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ആദ്യമായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അറ്റോമിക് നമ്പർ ഓഫ് സോഡിയം എന്ന് പറയുന്നത് 11. അറ്റോമിക് നമ്പർ 11ാമത്തെ എലമെൻറ്റാണ് സോഡിയം. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇങ്ങോട്ട് വന്നത്. അതായത് 10ൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് അറ്റ്ലീസ്റ്റ് പീരിയോഡിക് ടേബിളിൽ ആദ്യത്തെ 30 എലമെൻസിൻ്റെ പേര് നമ്മൾ കാണാതെ അറിഞ്ഞിരിക്കണം. എങ്ങനെ നമുക്ക് പറയാം? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, നിയോൺ, സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗൺ, പൊട്ടാസ്യം, കാൽസ്യം, സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. അപ്പം അറ്റ്ലീസ്റ്റ് 30 എലമെൻറ്റിൻ്റെ പേരും അറ്റോമിക് നമ്പരും ഒക്കെ നമുക്ക് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ അറ്റോമിക് നമ്പർ ഓഫ് സോഡിയം എന്ന് പറയുന്നത് 11. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് 2, 8, 1 എന്ന് എഴുതാം. അങ്ങനെ എഴുതുന്നതിൽ നിന്ന് നമുക്ക് ഗ്രൂപ്പ് നമ്പറും പീരിയഡ് നമ്പറും ഒക്കെ കണ്ടുപിടിക്കാം. അതാണ് ടെക്സ്റ്റിൽ ആദ്യം കൊടുത്തേക്കുന്ന ഒരു എക്സാമ്പിളാണ്. ഗ്രൂപ്പ് നമ്പർ 1 സോഡിയത്തിൻ്റെ. 1ാമത്തെ ഗ്രൂപ്പിൽ കാണും. പീരിയഡ് നമ്പർ 3 ആയിരിക്കും. നമുക്കിനി അടുത്തതായിട്ട് അറിയേണ്ടത് 2 ടേബിളുകളെ കുറിച്ചിട്ടാണ്. ഇവിടെയാണ് ആദ്യത്തെ ഷെൽ നമ്പർ, സബ് ഷെല്ല് എന്നൊക്കെ എഴുതിയേക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്, KLMN, N ഷെല്ല്, അങ്ങനെ പോവും. ആൽഫബറ്റിക് ഓർഡറിൽ പോവും. ഷെല്ലും സബ് ഷെല്ലും തമ്മിലുള്ള വ്യത്യാസമാണ്. ഷെല്ലുകളിലാണ് ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നത് എന്നാണ് നമ്മൾ ഇത്രയും നാളും പഠിച്ചിട്ടുള്ളത്, അല്ലേ? ഇനി ഷെല്ലിനകത്ത് സബ് ഷെല്ലുണ്ട്. അതായത് ഷെല്ലിനകത്തും ഇലക്ട്രോൺസിനെ കാണാനുള്ള സാധ്യത കൂടിയ കുറേ സ്ഥലങ്ങളുണ്ട്. അതാണ് സബ് ഷെല്ല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സബ് ഷെല്ല് S ഉണ്ട്, P ഉണ്ട്, D ഉണ്ട്, F ഉണ്ട്. S എന്ന് വെച്ചാൽ ഷാർപ്പ് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോന്നിനും ഓരോ പേരുണ്ട്. അപ്പോൾ ഓരോ ഷെല്ലിനകത്തും ഏതൊക്കെ സബ് ഷെല്ലുകൾ കാണാമെന്നതാണ് ഈ ഒരു ടേബിൾ കൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത്. ഷെൽ നമ്പർ 1 ആകുമ്പോഴത്തേക്ക് അതിൽ S സബ് ഷെല്ല് ഉണ്ടായിരിക്കും. ഈ സബ് ഷെല്ല് അല്ലെങ്കിൽ ഓർബിറ്റൽ അങ്ങനെയൊക്കെ പറയുന്ന സാധനം ഒന്ന് തന്നെയാണ്. ഇനി ഷെൽ നമ്പർ 2 ആകുമ്പോൾ സബ് ഷെല്ല് S ഉം P ഉണ്ടായിരിക്കും. ഷെൽ നമ്പർ 3 ആകുമ്പോഴത്തേക്ക് S ഉം P ഉം D ഉണ്ടായിരിക്കും. ഷെൽ നമ്പർ 4 ആയിരിക്കുമ്പോൾ S ഉം P ഉം DF ഉണ്ടായിരിക്കും. ആ ഒരു ടേബിൾ മനസ്സിലാക്കിയേക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത സബ് ഷെല്ലും അതിനകത്ത് എത്രത്തോളം ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. S സബ് ഷെൽ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ 2 ഇലക്ട്രോൺസിനെ മാത്രമേ അതിനെ ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. അതിന് ഒരു ഓർബിറ്റലേ ഉള്ളൂ. ഇനി P സബ് ഷെല്ലാകുമ്പോഴത്തേക്ക് Pക്കകത്ത് 6 ഇലക്ട്രോൺസിനെ വരെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതായത് അവിടെ 3 ഓർബിറ്റൽസാണ് ഉള്ളത്. ഇനി D എന്ന് പറയുമ്പോഴത്തേക്ക് Dയിൽ 10 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതായത് 5 ഓർബിറ്റൽസാണ് Dക്കുള്ളത്. F ആകുമ്പോഴത്തേക്ക് 14 എണ്ണം അതിൽ അക്കോമഡേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു 2 ടേബിളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേബിൾസാണ്. ഇത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടാണ്. സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കുന്ന സമയത്ത് സബ് ഷെല്ലായിട്ടുള്ള അവിടുത്തെ S, P, D, F അതിൻ്റെ കാര്യങ്ങളും. Sൽ 2 ഇലക്ട്രോൺസാണ്, Pയിൽ 6 ഇലക്ട്രോൺസാണ്, Dയിൽ 10 ഇലക്ട്രോൺസാണ്, Fൽ 14 ഇലക്ട്രോൺസിനാണ് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന ഒരു ഐഡിയയും നമുക്ക് ഏതൊരു സ്റ്റുഡൻറ്റും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. ഒരു മാറ്റം എഴുതിയിട്ട് നമ്മൾ ആദ്യം ഇവിടെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. നമ്മൾ ഇനി പഠിക്കാൻ പോണത് ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ തരും. നമ്മളിനി എഴുതാൻ പോണത് സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. ഓക്കെ,
സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാൻ വേണ്ടി ആദ്യം അറിയേണ്ടത് സബ്ഷെല്ലുകളാണ്. അത് ഓരോന്നും ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കുറച്ച് കാര്യങ്ങളുടെയാണ്, കുറച്ച് എലമെൻസിൻ്റെയാണ് ഇവിടെ എഴുതി ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതിന് മുമ്പിട്ട് എങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഒരു ഓർഡർ ആയിരിക്കും ഫോളോ ചെയ്യുക. ആദ്യം 1s ഇലക്ട്രോൺസ് ഫില്ലാവും, പിന്നെ 2s ഇലക്ട്രോൺസ് ഫില്ലാവും, പിന്നെ 2p, 3s, 3p, 4s, 3p, 3d, 4p. ആ ഒരു ഓർഡറിലാണ് പോകുന്നത്. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും നമ്മൾ ബൈഹാർട്ടാക്കി വെച്ചിരുന്നാൽ മതി. 3d വരെ ബൈഹാർട്ടാക്കി വെച്ചിരുന്നാൽ മതി. അത്രയിലൂടെ തന്നെ നമുക്ക് ആദ്യത്തെ 30 എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയട്ടെ. ഇപ്പോൾ H2 മോൾ, ഹൈഡ്രജൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം അറ്റോമിക് നമ്പർ 1 ആണ് അല്ലേ, Z=1. അപ്പം 1s1 എന്നാണ് അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി നമുക്കൊരു കാര്യം നോക്കാം. ലിഥിയം, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, Z3 ആണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതി കൊടുക്കാമെന്ന് വെച്ചാൽ 1s2, 2s1 ഉണ്ടോ, 1s. ഈ 2 എന്ന് എഴുതിയേക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? 2 എന്ന് പറയുന്നത് അതിനകത്ത് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസ് ആണ് 1s. ഇപ്പോൾ 2s-ലാണെങ്കിൽ 2. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ എത്ര ഇലക്ട്രോൺസ് ഫില്ല, ഈ ഇലക്ട്രോൺസ് ആണ് ഇവിടെ കൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി 1s-ലാകുമ്പോഴത്തേക്ക് 2 ഇലക്ട്രോൺസ്, 2s2. p ആകുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചു 6 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാം, 2p6 വരെ പോകും. 3s-ലും 2, 3p6, 4s2, 3d-ൽ 10 ഇലക്ട്രോൺസ് വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഓർഡർ പഠിച്ചു വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ഓരോ എലമെൻറ്റിൻ്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റുന്നതാണ്. നമുക്ക് ഓരോന്നിലും പോകാം. ആദ്യത്തെ എക്സാമ്പിൾ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ബെറിലിയമാണ്. ബെറിലിയം എന്ന് പറയുമ്പോഴത്തേക്ക് Z=4, അറ്റോമിക് നമ്പർ 4 ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2. മനസ്സിലായോ? അടുത്തത് ബോറോൺ ആണ് കൊടുത്തിരിക്കുന്നത്. ബോറോണിൻ്റെ അറ്റോമിക് നമ്പർ 5 ആണ്. അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p1. ഇപ്പോൾ ഇങ്ങനെ എഴുതുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പം 5 ഇലക്ട്രോൺസ് ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇപ്പോൾ 2, 4, 1, 5 ഇലക്ട്രോൺസ് ഉണ്ടോ? ഓക്കെ, കംപ്ലീറ്റ് ആണ്. അടുത്ത കാർബൺ എന്ന് പറയുമ്പോഴത്തേക്ക് 6 കാർബൺ അല്ലേ. 6 കാർബൺ എന്ന് പറഞ്ഞത് അറ്റോമിക് നമ്പർ 6 ആണ്. അപ്പോൾ Z=6, 1s2, 2s2, 2p2. ഇനി ക്ലോറിൻ തന്നിട്ടുണ്ട്. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ കുറച്ചുകൂടെ കൂടുതലാണ്. Z=17. 17ാമത്തെ എലമെൻ്റാണ് പീരിയോഡിക് ടേബിൾ ക്ലോറിൻ്റെ പൊസിഷൻ. 17ാമത്തെ ആകുമ്പോഴത്തേക്ക് ഇച്ചിരൂടെ നീണ്ട ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരും. 1s2, 2s2, 2p6, 3s2, 3p5 ആണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി അടുത്തതായിട്ട് പറയുന്നത് ആർഗൺ എന്നതിൻ്റെയാണ്. ആർഗണും അറ്റോമിക് നമ്പർ 18 വരുന്ന ആളാണ്, നോബൽ ഗ്യാസ് ആണ്. അപ്പോൾ അതിൻ്റെ എഴുതാം 1s2, 2s2, 2p6, 3s2, 3p6. മനസ്സിലായല്ലോ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരു എലമെൻറ്റിൻ്റെ എഴുതേണ്ടത്. ഇത് ഒരു പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ്. വേണമെങ്കിൽ ചോദിക്കാൻ നല്ല ചാൻസുള്ള ക്വസ്റ്റ്യനാണ്. ഏതെങ്കിലും ഒരു എലമെൻറ്റ് തരും, നമ്മളതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതേപോലെ എഴുതി കൊടുക്കുക. ഇതെല്ലാം എഴുതാൻ അറിയണമെങ്കിൽ ആദ്യമായിട്ട് ഈ ഒരു ടേബിളാണ് പഠിക്കേണ്ടത്. ഒന്നുകൂടെ പറയാം. 1s, 2s, 2p, 3s, 3p, 4s, 3d, 4p. ഈ ഒരു ഓർഡറിലാണ് ഇലക്ട്രോൺസ് ഒരു ആറ്റത്തിൽ ആഡ് ചെയ്ത് പോകുന്നത്. മീൻസ് 1s കംപ്ലീറ്റ് ആയിട്ടേ 2s കംപ്ലീറ്റ് ആവൂ, 2s കംപ്ലീറ്റ് ആയിട്ടേ 3s കംപ്ലീറ്റ് ആവൂ, അത് കംപ്ലീറ്റ് ആയിട്ടേ ഇത് കംപ്ലീറ്റ് ആവും. എങ്ങനെയാണ് പോകുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് 2 എക്സെപ്ഷൻസ് സാധാരണ പരീക്ഷയ്ക്ക് കയറി ചോദിക്കാറുണ്ട്. ആ 2 എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് ക്രോമിയത്തിൻ്റെയും ഒന്ന് കോപ്പറിൻ്റെയുമാണ്. എന്താണ് ഈ ക്രോമിയത്തിനും കോപ്പറിനും ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 24 ആണ്, കോപ്പറിൻ്റെ അറ്റോമിക് നമ്പർ 29 ആണ്. ഇത്തരത്തിൽ 24, 29 അറ്റോമിക് നമ്പർ വരുന്ന എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പം ഈ കോപ്പറിനും ക്രോമിയത്തിനുള്ള ഒരു പ്രത്യേകതരം സ്വഭാവമാണ്, ഒരു അനോമലസ് ബിഹേവിയർ എന്നൊക്കെ പറയും. ഒരു പ്രത്യേക പ്രോപ്പർട്ടിയാണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ടേബിളിൽ ഇതേപോലെ ഫില്ല് ചെയ്യുമെങ്കിൽ അവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. കണ്ടോ, ആദ്യം നമ്മൾ എഴുതിയേക്കുന്ന ക്രോമിയം Cr. ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 24 ആണ്. 24ന് നമുക്ക് എങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കൊടുക്കാം എന്ന് ചോദിച്ചാൽ 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d4. ഇങ്ങനെയാണ് ശരിക്കും നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ ഇത് റോങ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. കണ്ടോ, 4s2, 3d4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കയറി വരുന്നുണ്ട്. ശരിക്കും അവിടെ
നമ്മൾ സാധാരണ ഈ ഒരു ഫോർമാറ്റ് വെച്ചിട്ട് പോകണമെങ്കിൽ ഇങ്ങനെ തന്നെയാണ് വരേണ്ടത്. പക്ഷേ അവിടെ ഒരു വ്യത്യാസമുണ്ട്. 4S1 3D5 എന്നാണ് വരുന്നത്. അതിനെന്താണ് കാരണം എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. നോട്ട് ദാറ്റ് ഹാഫ് ഫിൽഡ് D5 സ്റ്റേറ്റ് ഹാവ് മോർ സ്റ്റെബിലിറ്റി. അതായത് D5 സ്റ്റേറ്റിന് കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി ഉണ്ട്. ഒരു ആറ്റം സ്റ്റെബിലിറ്റി അക്വയർ ചെയ്യാനാണ് മാക്സിമം ശ്രമിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വന്നത്. ഇനി D5 എന്നത് എങ്ങനെ സ്റ്റെബിലിറ്റി ആയി എന്ന് ചോദിച്ചാൽ, D എന്ന് പറയുന്നതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം 10 ആണ്. 5 ഓർബിറ്റിനകത്ത് 10 ഇലക്ട്രോൺസിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. D5 എന്ന് വെച്ചാൽ ഹാഫ് ഫിൽഡ് സ്റ്റേറ്റ് ആണ്. അതായത് 10 ഇലക്ട്രോൺസിൽ 5 ഫില്ലാണ്. 5 ഫില്ലാകുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി അക്വയർ ചെയ്തു എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ D5 കിട്ടാൻ വേണ്ടിയിട്ട്, ഹാഫ് ഫിൽഡ് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് 4Sൽ നിന്നും ഒരു ഇലക്ട്രോൺ ഇതിലേക്ക് പോണത്. മനസ്സിലായോ? ഇതിലേക്ക് പോണത് ആ ഒരു പ്രത്യേകത ക്രോമിയത്തിൽ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കൊന്നുകൂടെ പറയാം. ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 24 ആണ്. 1s2 2s2 2p6 3s2 3p6 4s1 3d5 എന്നതാണ് ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതിൻ്റെ എക്സ്പ്ലനേഷനും പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായിട്ട് പറയുന്നത് കോപ്പറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. കോപ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് എലമെൻറ്റ് അറ്റോമിക് നമ്പർ 29 ആണ്. 29 വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് പോണേന്ന് നോക്കാം. 1s2 2s2 2p6 3s2 3p6 4s2 3d9. ഇവിടെ കണ്ടോ, ഇവിടെയും ഇത് തെറ്റാണ്. അത് എന്താണ് വന്നതെന്ന് വെച്ചാൽ നമുക്ക് എക്സ്പ്ലനേഷൻ വായിച്ചു നോക്കാം. നോട്ട് ദാറ്റ് ഫുൾ ഫിൽഡ്, അതായത് D10 കോൺഫിഗറേഷൻ ആയാൽ, നോട്ട് ദാറ്റ് ഫുൾ ഫിൽഡ് D10 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഹാവ് മോർ സ്റ്റെബിലിറ്റി എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഒരാറ്റത്തിലെ ഈ D10 ആയിട്ടിരിക്കുവാണെങ്കിൽ അതിൻ്റെ Dക്ക് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസ് 10 ഇവിടെ 9 ഇരിക്കുന്നത്. അപ്പം 10 ആയാൽ അതിൻ്റെ കംപ്ലീറ്റ്ലി ഫിൽഡ് സ്റ്റേറ്റ് ആവും, മോർ സ്റ്റെബിലിറ്റി അക്വയർ ചെയ്യും. ആ ഒരു കാരണം കൊണ്ടിട്ട് ഇവിടുത്തെ 2 എന്ന് പറഞ്ഞിട്ട് ആ ഇലക്ട്രോൺസിൽ ഒരു ഇലക്ട്രോൺ ശരിക്കും ഇവിടെയാണ് എൻ്റർ ആവുന്നത്. അപ്പം 4s1 3d10 എന്നാണ് വരുന്നത്. D10 കോൺഫിഗറേഷൻ അത്രയ്ക്ക് സ്റ്റെബിലിറ്റി ഉണ്ടായതുകൊണ്ടിട്ടാണ് ഈ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്നത്. പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. നമുക്കൊന്നുകൂടെ കോപ്പറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. അറ്റോമിക് നമ്പർ 29 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 4s1 3d10 എന്നതായിരിക്കും പോകുന്നത്. ഇതിൻ്റെ ഈ രണ്ട് കേസിലും സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിക്കുന്നത്. ആദ്യത്തെ കേസിൽ, ക്രോമിയത്തിൻ്റെ കേസിൽ ഹാഫ് ഫിൽഡ് സ്റ്റേറ്റ് മോർ സ്റ്റേബിൾ ആയതുകൊണ്ടിട്ടാണ് ഹാഫ് ഫിൽഡ് സ്റ്റേറ്റിലോട്ട് D5 കോൺഫിഗറേഷനിലേക്ക് അക്വയർ ചെയ്യാൻ പോണത്. ഇനി സെക്കൻഡ് എക്സ്പ്ലനേഷൻ എല്ലാം കോപ്പറിലാണെങ്കിൽ അവിടെ എന്താണെന്ന് ചോദിച്ചാൽ D10 കോൺഫിഗറേഷൻ കംപ്ലീറ്റ്ലി ഫിൽഡ് സ്റ്റേറ്റ് മോർ സ്റ്റെബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് D10 കോൺഫിഗറേഷൻ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് പോയി അങ്ങനെ എഴുതി കൊടുക്കേണ്ടത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ D10 കോൺഫിഗറേഷന് കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടായതുകൊണ്ടിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ആദ്യത്തെ സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മൊത്തത്തിൽ ഈ ചാപ്റ്ററിനെ 10 പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ 5 പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ഈ വീഡിയോ കണ്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാം. ഇത്രയും ഒരു കാര്യങ്ങൾ പഠിച്ചത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് ഈ ഒരു പ്രിപ്പറേഷൻ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ.